ഇത് നമ്മൾ റൈസിനകത്ത് ഇട്ട പീസേ. ഈ ചട്ടി നാളെ ഒരു കാരണത്തിൽ കിട്ടുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചട്ടി 11 ദിവസത്തിൽ പുത്തൻ റെസിപ്പി എന്നാ തരാം സംഭവം കാട കാട കിഴി ബിരിയാണി ഇതേ കണ്ടല്ലോ. ബാ നമുക്കിങ്ങനെ റെഡിയാക്കാം. റെഡി ബാ. ബൈനോക്കുലർ ടോക്സിൻ്റെ ഇന്നത്തെ പുത്തൻ റെസിപ്പി. മുമ്പ് നമ്മൾ കാട കാണിച്ചല്ലോ. ഈ കാട നമ്മൾ ഫ്രൈ ചെയ്ത് ബിരിയാണിക്കകത്താക്കി കിഴി കെട്ടാൻ പോവാം. കിഴി കാട എല്ലാവരും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെന്താ ഈ കാടയുടെ കരള് കുഞ്ഞു ഹൃദയം കണ്ടല്ലോ. ആഹാ ഉണ്ടാ. ഇത് മാക്സിമം നമ്മൾ കാട തൊലി പൊളിച്ചെടുത്തേക്കണം കേട്ടോ. ഒത്തിരി ഒന്നും കിട്ടത്തില്ല. മെനക്കെട്ട പണിയായിരുന്നു. എന്നാലും അതിന് ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഇച്ചിരി നെയ്യൊക്കെ ഉള്ളത് ഈ തൊലിക്കാതെ നമ്മളത് പൊളിച്ച് കളഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് നമ്മുടെ മിക്സറെല്ലാം കൂടെ ചേർത്ത് പൊടിയെല്ലാം കൂടെ ചേർത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യും. വെളിച്ചെണ്ണ ആ ഇടിയിൽ തരാം. ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു തന്നെ വേണ്ട കൊച്ചിന്. കുരുമുളക് ലേശം മല്ലി. ബാക്കി നമ്മൾ വഴറ്റുമ്പോഴും എടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല കുരുവിടുന്നു കേട്ടോ. നാരങ്ങാനീര്, ലേശം തൈര്. ഓക്കെ, നമ്മളിതിനൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ പാൻ സെറ്റായി. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ പൊടി സാധനങ്ങൾ ഇട്ട് വെച്ച് കാടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം. ചെറുതായിട്ട് കേട്ടോ. ഒത്തിരി ചെറുതായിട്ട് ചെറുതായി. എണ്ണ നല്ല ചൂടായിട്ട് വന്നു. ഒത്തിരി ഫ്രൈ ആക്കില്ല കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കിടപ്പുണ്ടോ ഈ സുന്ദര കിട്ട. ഈ ചട്ടി നാളെ ഒരു കാരണത്തിൽ കിട്ടുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചട്ടി നമ്മളത് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വേണ്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടല്ലോ. ഇനി നമുക്ക് 3 എണ്ണം ഉണ്ട്. നമ്മൾ ആദ്യം വറുക്കുന്ന സാധനം ആര് പാചകം ചെയ്താലും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം വിട്ടതിനകത്ത് എന്തെങ്കിലും സാധനം ഒരു സ്വല്പം കരിവ് തോന്നി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കോരി കളഞ്ഞു. എന്നിട്ട് നമുക്ക് രണ്ടാമത് ഇടാവും. ഇല്ലെന്നുണ്ടല്ലോ ഇതവിടെ കിടന്ന് കരിഞ്ഞ് നാശപ്പെടാനായി നമ്മൾ ഇട്ട സാധനത്തിനോട് ടേസ്റ്റ് വരും കേട്ടോ. പ്രത്യേകിച്ച് ഇച്ചിരി മെനക്കേട് നാമൊന്നും കരുതരുത്. വേണമെന്ന് അരിച്ചാണെന്ന് എടുക്കണം. 2 മിനിറ്റ് താമസിച്ചാൽ ഒരു കാരണവശാലും തുള്ളി പോലും വരും. നമ്മളിതെല്ലാം കൂടെ റെഡി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത്രയും സാധനം നമ്മൾ വേറെ സെപ്പറേറ്റ് സൂക്ഷിച്ച് എന്നാൽ ഇത് അതിൻ്റെ കൂടെ ഇട്ടാൽ കരിയും. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇത് കേട്ടോ നമ്മൾ അകത്തുനിന്ന് കിട്ടും. നിങ്ങളാണ് കാടയുടെ കിഡ്നി ഇതൊന്നും കണ്ടിട്ടില്ല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടെടുത്താം. ഇത് നമ്മൾ സെപ്പറേറ്റ് വെക്കണം. ഇത് നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുക്കുള്ളൂ കേട്ടോ. കാരണം ഇത് അതിനകത്തിട്ടാൽ കരിയും. ഇതേ നമ്മുടെ ചിന്ന പാത്ത് കറിലൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടോ? ഓ കണ്ടല്ലോ. ആഹാ മസാല എല്ലാം പിടിക്കില്ല. മല്ലിയിലയുടെ മണമൊക്കെ ഉണ്ടല്ലോ. ഇതാ പൊന്നെ ഈ വാഴയില ഇവിടെ നിന്നിട്ട് കിഴി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മസാല ആക്കാൻ പോകും. നമ്മൾ ബിരിയാണിക്കത് കിഴിയാക്കാനായിട്ട് കാട മസാല ആക്കണ്ടേ അതിൻ്റെ അരപ്പ്. ഇനിയെല്ലാം പഴയ സാധനങ്ങളാണ്. ശ്രദ്ധിച്ചോ. എണ്ണ, കടുക്, മല്ലിപ്പൊടി, മുളക് പൊടി, സവോള, തക്കാളി,
ഈ വഴണ്ട് വരാൻ വേണ്ടി ശക്കല ഉപ്പ്. നീമം വഴന്ന് വരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ചെറിയൊരു മെറൂൺ കളറിലോട്ടാക്കാം. ഇത് ബ്രൗൺ ആയി കേട്ടോ. ഇതേ ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി നമ്മുടെ കാടയ്ക്കനുസരിച്ചിട്ട് വേണം. ഓരോരുത്തർക്കും ഓരോ എരിവാണ്. നമ്മൾ ഇട്ടേക്കണ കാശ്മീരി ചില്ലിയാണ്. നമുക്കറിയാലോ ഒരു ഏകദേശ ഉദ്ദേശം. ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ നിറച്ചു 2 ചെറുത് ഇട്ടു. ശക്കല ഇടണം. കളർ മാത്രം പോരാ, നമുക്കൊരു ശക്കല എരിവും വേണമല്ലോ. നമ്മളെടുത്തേക്കുന്ന 6 കാടയാണ് കേട്ടോ. ഇവിടെ തീ കുറച്ച് വെച്ചോണം. 1.5 അത് മതി. ഗരം മസാല, കുരുമുളക് കാത്തൊന്നും കേട്ടോ. എല്ലാം അടുത്തേക്ക് നോക്കി കണ്ണിൽ വരും. നല്ല കാറ്റാണ് കേട്ടോ. മസാല നല്ല വെന്ത്, മസാല നല്ല വെന്ത് സെറ്റായി കേട്ടോ. ഇനി ഒരു ശക്കര വെള്ളം, ഇതൊരു ചെറിയ എന്തെങ്കിലും വേവോട് വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ ശക്കര വെള്ളം ഒഴിക്കണം. ഒത്തിരി ഒഴിക്കരുത്, ശക്കര വെള്ളം ഒഴിക്കണം. ഗ്രേവി ശരിക്കും എന്തെങ്കിലും ഗ്രേവിക്ക് ഉപ്പുണ്ടോ നോക്കണം. ആവശ്യപ്പെട്ട് എന്തുവാണ് കഴിക്കുന്നത്? നാരങ്ങ വെള്ളമാണോ കഴിക്കേട്ടാ? മാമന് കുറച്ച് വെള്ളം തരുമോ? പിന്നെ അതിനകത്ത് ഇരിക്കുമല്ലേ? നിറച്ചുണ്ടല്ലോ. മണി കുടിച്ചോ, കുടിച്ചോ. നല്ല സെറ്റായിട്ട് വരും. ഇനി നമ്മുടെ കാട ഇട്ടൊരു കാര്യം ഇതില്ല. കടറ കിഡ്നി ഇരിക്കുന്ന കിഡ്നി അവൻ്റെ ഒരെണ്ണം പോയി കേട്ടോ. ഇനി ഇവനെ നമ്മൾ തരാം തരാം. ഇതിവൻ്റെ അവസാന മാസ്മരിക ഇൻഗ്രീഡിയൻസാണ്. നമ്മൾ ബിരിയാണി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ കാണിക്കില്ല. ഈ കാട വെച്ച് നമ്മൾ കിഴി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടല്ലോ. അവസാന ഇൻഗ്രീഡിയൻസ് മല്ലിയില. ഇനി മല്ലിയില ഇല്ലാത്തൊരു മുണം. അത് ഭംഗി ഒരു തുള്ളി ഒരു 3-4 തുള്ളി വെളിച്ചെണ്ണ. ഇനി നമ്മളിങ്ങനെ അടച്ച് വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കും. കാരണം വെച്ചാൽ നമ്മൾ കാട ചെറുതായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതായത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. ആ ഒരു സെറ്റപ്പിന് വേണ്ടി മാത്രം. ഇനി ഇതിന് ബാക്കി ഒരു ചെറുതായിട്ട് നമ്മൾ ക്ലീൻ വേവിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വാഴയിലേക്കകത്ത് കിഴി കെട്ടി സെറ്റാക്കി. ഓക്കെ, താഴെ നിൽക്കാമോ? നിൽക്കത്തില്ല. നമ്മുടെ ഗീച്ച ഇട്ടിട്ടെടുക്കാവേ. ഇട്ടിട്ടെടുക്കാന്ന് നമ്മൾ ആവി കയറ്റണം. ഈ വെള്ളത്തിനകത്ത് ഒരു ശകലം ഗരം മസാല ഇട്ടണം. ഇത് നമ്മൾ പൊടിച്ചതേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. അല്ലാത്തവരെ എല്ലാം മറ്റേ ബേ ലീഫും ഇതിനകത്ത് നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല വെള്ളം ചൂടായി വന്നു. ഇത് നമ്മൾ മറ്റേ ആവി കയറ്റാൻ പോവാം. നമ്മുടെ കിഴി, അതായത് നമ്മുടെ കാടയും ബിരിയാണിയും കൂടെ റൈസും കൂടെ നമ്മൾ കിഴി കയറ്റാം. അപ്പോൾ ഇച്ചിരി ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വാഴയുടെ കൂടെ നല്ല അടിപൊളി സ്മെല്ലോടെ കിട്ടും. റെഡി കണ്ടു നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് കേട്ടോ. ഇതെന്നാണെന്നറിയോ? നമ്മളിതിന് ഫുള്ള് ഫ്ലേവർ ഇട്ടാൽ നമ്മൾ ഒരു കാട ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതല്ല, റൈസിന് ഫുള്ള് അല്ല കാടയുടെ ഫ്ലേവർ ഇടാൻ വേണ്ടി നമുക്ക് കാട ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു സൈഡ് വെക്കും, ചുറ്റും നിരത്തി വെക്കണം കേട്ടോ. കാട ഇതിനകത്ത് സ്വല്പം മല്ലിയില ഇടണം അകത്ത്. അതിന് മുകളിൽ റൈസ് തീർന്നു കേട്ടോ. നമ്മൾ മല്ലിയില ഇട്ടു, റൈസ് ഇട്ടു. സെറ്റ്. വാഴ വരും.
മസാല ഇട്ട വെള്ളത്തിനകത്ത് നമ്മളിങ്ങനെ ആവിയേറ്റാൻ പോകട്ടോ. ഈ നമ്മൾ 6 കാടയാണ് ബീച്ച് ചെയ്തത് കേട്ടോ. ഒരു കാടേനകത്ത് ഏകദേശം 5 എണ്ണം. അത് ഓരെണ്ണ ഇതിനകത്ത് കിടന്നത്. ബാക്കി ഇതിൻ്റെ ചെയ്യുന്ന ഒരു വലിയ ചെമ്പെടുത്ത് ചെയ്യണം. ഈ ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ പറയാം. നല്ല ഗരം മസാല വാഴയിലയുടെ മണം. ഇതെങ്ങനെ കുക്ക് വെയിലിടണം, പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ കൊള്ളരുത്. ഓഹോ, നമ്മുടെ ഇലക്കകത്ത് വെച്ചിട്ടാ വാഴയില വന്ന ഇപ്പോൾ ചൂടാണോ. നമ്മുടെ കാടക്കുഞ്ഞ് എന്താ ഭംഗി. റൈസ് ഇത് നമ്മൾ മറ്റേ റൈസിനകത്ത് മിക്സ് ചെയ്ത കാടക്കുഞ്ഞ്. അവൻ്റെ കളർ കണ്ടല്ലോ, വൈറ്റാണ്. ഇതുണ്ട് മസാല. ഇത് നല്ല ചൂടോടെ കഴിക്കല്. ശക്കര ആറിട്ട് കഴിക്കണം കേട്ടോ. നിങ്ങളറിയാം, അല്ല നല്ല ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ ഇതിന് രുചി വരും. നമ്മൾ ഇതൊക്കെ പറയും, അത് കടല വറുത്ത് വാങ്ങിച്ച് കഴിക്കില്ല. അതുപോലെ ഒരു പീസ് കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റൈസിനകത്ത് ഇട്ട പീസേ. കളയരുത്, 1000 കോഴിക്ക് അതൊക്കെ. ഓഹോ, ഇത് ചൂടുകൂടാ. That